മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി പി.ജെ. ജോസഫ് ഉന്നതതല യോഗം വിളിച്ചു. നാളെ ഇടുക്കി കളക്ടറേറ്റിലാണ് യോഗം. ജലനിരപ്പ് 141 അടിയായി തുടരുകയാണ്. ഇതിനിടെ അണക്കെട്ടിലെ 13ാം ഷട്ടറിന്റെ തകരാർ പരിഹരിക്കാനുള്ള നീക്കം തമിഴ്നാട് ആരംഭിച്ചു. ജലനിരപ്പ് ഉയർന്നിട്ടും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞില്ലെന്ന് ആരോപണം ഉയർന്നിരുന്നു. മുന്നൊരുക്കങ്ങൾ നടത്താത്തതിൽ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഈ സാഹചര്യത്തിലാണ് മന്ത്രി യോഗം വിളിച്ചത്. നാളെ 10 മണിക്ക് കളക്ടറേറ്റിൽ ചേരുന്ന യോഗത്തിൽ വിവിധ വകുപ്പുകളുടെ ജില്ലാ ഓഫീസർമാർ പങ്കെടുക്കും. മുല്ലപ്പെരിയാറിലെ അടിയന്തര സാഹചര്യങ്ങൾ വിലയിരുത്താനും സത്വരമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനുമായി ഒരു റിവ്യൂ മീറ്റിംഗ് നാളെ 10 മണിക്ക് ഇടുക്കി കളക്ടറേറ്റിൽ ചേരുന്നതാണ്. ഇതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 141 അടിയായി തുടരുകയാണ്. അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞിട്ടുണ്ട്. നീരൊഴുക്കും കുറഞ്ഞു. സെക്കൻഡിൽ 1539 ഘനയടി ജലമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇന്നലെ ഇത് 3357 ഘനയടിയായിരുന്നു. 906 ഘനയടി ജലമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. 7396 ദശലക്ഷം ഘനയടി ജലമാണ് അണക്കെട്ടിൽ ഇപ്പോൾ ഉള്ളത്. അണക്കെട്ടിലെ 13ാം നമ്പർ ഷട്ടറിന്റെ തകരാർ പരിഹരിക്കാനുള്ള നീക്കം തമിഴ്നാട് പുനരാരംഭിച്ചു. ഷട്ടറിന്റെ തകരാർ ചൂണ്ടിക്കാണിച്ച് ജലനിരപ്പ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് അടിയന്തരമായി തകരാർ പരിഹരിക്കാനുള്ള നീക്കം തമിഴ്നാട് ആരംഭിച്ചത്. റിപ്പോർട്ടർ, ഇടുക്കി.